പാലക്കാട് പഴയ റെയിൽവേ ഗേറ്റ് പരിസരത്ത് കാവിൽപ്പാട് റോഡ് വെള്ളത്തിൽ മുങ്ങിയതോടെ വിദ്യാർത്ഥികളടക്കമുള്ള യാത്രക്കാർ ദുരിതത്തിലായി. പരിസരത്തെ വീടുകളിലേക്കും വെള്ളം കയറി. കഴിഞ്ഞ 20 വർഷത്തോളമായി കാവിൽപ്പാട് പ്രദേശത്തുള്ളവർ നേരിടുന്ന പ്രതിസന്ധിയാണ് വെള്ളക്കെട്ട്. കഴിഞ്ഞ 2 ദിവസമായി പെയ്ത മഴയിൽ റോഡിൽ വൻതോതിൽ വെള്ളം പൊങ്ങി. ചെളിവെള്ളം വീടുകളിലേക്കും കവിഞ്ഞൊഴുകി. വിദ്യാർത്ഥികളടക്കമുള്ളവർ കുടുങ്ങി. ശ്രീകൃഷ്ണ കോളനിയിലേക്കുള്ള റോഡും മുങ്ങി. ഇരുചക്ര വാഹന യാത്രക്കാരിൽ ചിലർ വെള്ളക്കെട്ടിൽ വീഴാറുണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞു. വെള്ളത്തിൽ പുറത്തേക്ക് ഇറങ്ങാൻ വഴിയില്ലാണ്ടിരിക്കുക. പെട്ടെന്നൊരു അത്യാവശ്യത്തിന് പുറത്ത് പോകണമെങ്കിൽ പറ്റില്ല. ഞാൻ എന്താ കണ്ടില്ലേ, പാല് മേടിക്കാൻ തന്നെ. പക്ഷേ ഇനി കുറച്ചും കൂടെ കഴിഞ്ഞാൽ മുകളിലേക്ക് കയറാം. ഇവിടെയൊക്കെ അടച്ചിരിക്കുകയല്ല. ഇവിടെ ഒരു പൈപ്പ് ഉണ്ടായിരുന്നു, ആ പൈപ്പ് അടച്ചതാണ് മെയിനായിട്ടുള്ള റീസൺ. ഞങ്ങൾക്കത് നിത്യം വന്നു പോകാനുള്ള ഒരു വഴിയാണത്. അപ്പോൾ അത് ഏക തടസ്സപ്പോൾ ഇത് ഈ മഴക്കാലം മാത്രമല്ല, അല്ലാത്തപ്പോഴും ഇത് ബുദ്ധിമുട്ട് തന്നെയാണ്. ഒരു പരിഹാരം ഉണ്ടാക്കി തരണം. ഇതിപ്പോൾ 10-20 കൊല്ലമായിട്ട് ശ്രമിച്ചിട്ട് നടക്കാത്ത കാര്യമാണ്. അപ്പോൾ ഞങ്ങൾക്ക് ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം. എല്ലാ മഴക്കാലത്തും ഇതേ അവസ്ഥയാണ്. ഇപ്പോൾ കൂടുതലാണ്. ഇപ്പോൾ ഇപ്രാവശ്യം കൂടുതലാണ്. കാരണം വെള്ളം അങ്ങോട്ട് ഒഴിഞ്ഞു പോകണില്ല. തകർന്നു കിടക്കുന്ന റോഡിലെ വെള്ളത്തിലൂടെ വിദ്യാർത്ഥികളെയും കൊണ്ട് ഓട്ടോറിക്ഷകളടക്കം ഭീതിയോടെയാണ് സഞ്ചരിക്കുന്നത്. ഈ പ്രദേശത്തു നിന്ന് പാലക്കാട് ഒലവക്കോട് ഭാഗത്തെ സ്കൂളുകളിലേക്ക് ഒട്ടേറെ വിദ്യാർത്ഥികൾ എത്തുന്നുണ്ട്. സ്കൂൾ യൂണിഫോമിനൊപ്പം ഷൂ ധരിക്കാൻ കഴിയാറില്ലെന്നും വെള്ളക്കെട്ട് കാരണം റെയിൽവേ പാത വഴിയാണ് കുട്ടികളെ കൊണ്ടുവരുന്നതെന്നും ഇത് വലിയ അപകടമുണ്ടാക്കാമെന്നും കുട്ടികളുടെ അമ്മമാർ പറഞ്ഞു. ഞങ്ങൾക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്. കാരണം വെച്ചാൽ കുട്ടികളെയും കൊണ്ട് അതിൽ കൂടെ കയറിയിട്ടാണ് അങ്ങോട്ട് ക്രോസ് ചെയ്യണത്. ഷൂ കൂടി ഇട്ട് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. നല്ല ബുദ്ധിമുട്ടുണ്ട്. ഈ വഴി എങ്ങനെയെങ്കിലും ശരിയാക്കി തന്നെങ്കിൽ ഞങ്ങൾക്ക് നല്ലത്. ഇപ്പോൾ ട്രെയിൻ വരും, ഞങ്ങൾ സ്പീഡിലാണ് വരുന്നത്. നല്ല ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഒന്ന് ശരിയാക്കി തരണം, ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. ഇപ്പോൾ ട്രെയിൻ വരും, ഞങ്ങൾ ജസ്റ്റ് മിസ്സിംഗ് ആണ്. വേഗം കുട്ടിനെയും കൊണ്ട് വരികയാണ്. ഭയങ്കര ബുദ്ധിമുട്ടിയിട്ടാണ് ഞങ്ങളിപ്പോൾ ഇരിക്കുന്നത്. രാവിലെ എണീച്ചാലും പേടിച്ചിട്ടാണ് ഞങ്ങൾ ക്രോസ് ചെയ്തിട്ട് പോകുന്നത്. വെള്ളം കെട്ടി നിൽക്കുന്നത് പകർച്ചവ്യാധി ഭീഷണിയും സൃഷ്ടിക്കുന്നുണ്ട്. പഞ്ചായത്തും റെയിൽവേയും അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് പ്രദേശവാസികളും യാത്രക്കാരും ആവശ്യപ്പെട്ടു. എല്ലാ റെക്കോർഡുകളും കൊടുത്ത് ഞങ്ങളുടെ അടുത്തുണ്ട്. 2022 വരയ്ക്കും കൊടുത്തത്. മനസ്സിലായില്ലേ? അപ്പോൾ ക്യാൻസർ പരിസ്ഥിതി എനിക്ക് അധികം സംസാരിക്കാൻ പറ്റുന്നില്ല. ഏത് കടലാസ് വേണമെങ്കിലും ഇവിടെ ഉണ്ട്. ഈ വഴിക്കേ പോകുന്നുള്ളൂ. എനിക്ക് അസുഖമായിട്ട് എന്നെ ചെയറിലാണ് ഇവിടുന്ന് എടുത്തുകൊണ്ട് പോയിരിക്കുന്നത് ആശുപത്രിക്ക്. അത്രയും ബുദ്ധിമുട്ടി. പഞ്ചായത്ത് സപ്പോർട്ട് ചെയ്തു, അതായത് ഇല്ല പറയാൻ പറ്റില്ല. അവരും ശ്രമിക്കുന്നുണ്ട്. പക്ഷേ എന്താ സംഭവം എന്നറിയില്ല. അതായത് കമ്മ്യൂണിക്കേഷൻ എററാണോ എന്താണ്. റെയിൽവേ ലാൻഡാണല്ലോ, അപ്പോൾ നമുക്കൊന്നും ചെയ്യാനും പറ്റില്ല. അപ്പോൾ പഞ്ചായത്തിന് ചെയ്യണതിനൊരു പരിധിയുണ്ട്. അപ്പോൾ നമ്മൾ ഇത്രയും കുടുംബങ്ങൾ നമ്മൾ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ കോളനിയിൽ അത്യാവശ്യം 50-ൽ പരം വീടുകളുണ്ട്. അങ്ങോട്ടേക്ക് ആ ഉള്ളിലേക്ക് ഒരുപാട് വീടുണ്ട്. 500-ൻ്റെ മേലെ വീടുകളുണ്ട്. കാവൽപ്പാടിക്ക് ഇഷ്ടംപോലെ വീടുകളുണ്ട്. എല്ലാവരും നേരിടുന്ന പ്രശ്നമാണ്. ഒരു ഓട്ടോ വിളിച്ചാൽ വരില്ല. അതേപോലെ ഇപ്പോൾ കൂടുതലും EV ആണല്ലോ, അപ്പോൾ ഓട്ടോക്കാർ പറയുന്നതും വെള്ളം കയറും വണ്ടിയിൽ വരാൻ പറ്റില്ല എന്നാണ്. പിന്നെ സ്കൂൾ കുട്ടികളടക്കം ഈ ട്രാക്ക് വഴി വരേണ്ട ഒരവസ്ഥയാണ്. പിന്നെ ഇവിടെ വെള്ളക്കെട്ടുള്ളതുകൊണ്ട് പാമ്പും ഇവിടെ വരാറുണ്ട്. അങ്ങനെ മൊത്തം ബുദ്ധിമുട്ടാണിപ്പോൾ. UTV ന്യൂസ്, പാലക്കാട്.